അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ശിവകുമാർ അവറുകളാണ്. ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ, കർത്താവിന്റെ ദാസനെ കൊണ്ട് ദൈവം ചെയ്തെടുക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ, അതൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കൊണ്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ച തോറും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം വൈകുന്നേരങ്ങൾ 9 മണിക്ക് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. ഇതുവരെ കേൾക്കാത്ത വീഡിയോകൾ നിങ്ങൾ അരോമ ടി വിയിൽ നിങ്ങൾ കേട്ട ശേഷം അതും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവനാമത്തിലൂടെ മൈക്കൂടെ മുഖാന്തരമായി തീരുമല്ലോ. നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസ് പ്രിയ ശിവകുമാർ പാസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അരോമ ടി വിയിൽ അനുഭവ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ മനോഹരമായ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായി ഇതിന് മുഖാന്തരമാക്കി തീർത്ത പാസ്റ്റർ ഡാനിയേൽ ജോണിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാസ്റ്റർ മുഖാന്തരം ഈ മൗത്കരമായ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. എന്നെ പരിചയപ്പെടുത്തിയത് പാസ്റ്റർ ബിജു ജോൺ, ഗുജറാത്ത് ബറോഡ കർത്താവിന്റെ വേല ചെയ്യുന്ന അഭിഷേക്ത ദാസനാണ്. ആ ദാസനെ ഓർത്തും കുടുംബത്തെ ഓർത്തും വേലയെ ഓർത്തും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശിവകുമാർ VP. തികച്ചും ഒരു യാഥാസ്ഥികമായ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒരു കർഷക കുടുംബത്തില് കൗസല്യ എന്ന മാതാവിൻ്റെയും പാപ്പൻ എന്ന പിതാവിൻ്റെയും മകനായിട്ട് ജനിച്ച് വളരുവാൻ ദൈവം ഇടയാക്കി. ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. 5 പെൺമക്കളും 3 ആൺമക്കളും. ആ കർഷക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഏതാണ്ട് 33-ാമത്തെ വയസ്സിൽ എനിക്ക് കർത്താവിനെ അറിയുവാൻ ഭാഗ്യമൊരുക്കി. എൻ്റെ ബാല്യ കാലങ്ങളെല്ലാം ചങ്ങനാശ്ശേരിക്ക് അടുത്ത് തുരുത്തി എന്ന പറയുന്ന പ്രദേശത്തായിരുന്നു. എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒത്ത് വളരുവാൻ ആ ബാല്യകാര്യങ്ങളൊക്കെ ഞെരുക്കത്തിന്റെ ഇടുക്കത്തിന്റെ ആണെങ്കിലും വലിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സാന്ത്വനത്തിന്റെയും ഒക്കെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്, ഒരു ചേട്ടനുണ്ട്. അവരുടെയൊക്കെ ഇളയതായിട്ട് ഞാൻ വളരുവാൻ ഇടയായി തീർന്നു. ഒന്നിനും ഒരു മുട്ടില്ലാത്ത നിലവാരത്തിൽ ബാല്യകാലങ്ങളൊക്കെ വളരെ ആനന്ദത്തോടെ കഴിയുവാൻ ഇടയായി. എൻ്റെ ഇളയത്തങ്ങൾ 4 പേരുണ്ട്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇത്തിത്താനം മലവുന്ന സ്കൂളിലെ SSLCക്ക് ശേഷം 87-88 കാലഘട്ടങ്ങളിൽ ഭോപ്പാലിന്റെ പ്രദേശത്തേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ 16 വർഷക്കാലം ഭോപ്പാലിന്റെ പ്രദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. 9 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിക്കുവാനിടയായി തീർന്നു. ഞാൻ വിവാഹം കഴിക്കുന്നത് എൻ്റെ ഇളയ 2 സഹോദരിമാരെ, എൻ്റെ ഇളയത് ഒരു സഹോദരിയാണ്, ആ സഹോദരിയുടെ ഇളയത് ഒരു അനിയനാണ്. ആ അനിയന്റെ ഇളയത് 2 ട്വിൻസ് പെൺപിള്ളാരാണ്. ആ ട്വിൻസിൽ ഒരാളെ കൂടെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ വിവാഹം കഴിക്കുവാനായിട്ട് 28-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹത്തിനു മുമ്പായിട്ട് എൻ്റെ അനിയനും എൻ്റെ 2ാമത്തെ ചേച്ചിയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ നവംബർ 30-ാം തീയതി എൻ്റെ ജ്യേഷ്ഠനും പെട്ടെന്ന് അറ്റാക്ക് നിമിത്തം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. പിന്നെ 4 സഹോദരിമാരും ആണായിട്ട് ഞാനും മാത്രമേ ശേഷിക്കുന്നുള്ളൂ.
എൻ്റെ പിതാവ് 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാർക്കുന്ന ഭവനത്തിൽ വന്ന് പാർത്ത് രക്ഷിക്കപ്പെട്ട് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തിരിഞ്ഞു നോക്കിയാൽ ദൈവം നടത്തിയ വഴികൾ, നിർത്തിയതായ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ കരപരിപാലനം അനുഭവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ ചെറുപ്രായങ്ങളിലൊന്നും ഞാനൊരു മദ്യത്തിനോ മയക്കുമരുന്നിനോ ബീഡിക്കോ സിഗരറ്റിനോ ഒന്നും ബുദ്ധിമുട്ടോ ഞെരുക്കോ ഇടുക്കോ കുടുംബത്തിലെ പരാധീനതകളൊക്കെ അറിഞ്ഞ് വളർന്നതുകൊണ്ട് എങ്ങനെയും കുടുംബത്തെയും സഹോദരങ്ങളെയും രക്ഷപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ വടക്കേന്ത്യയുടെ പ്രദേശത്തേക്ക് ജോലിക്കായി കടന്നുപോയി. ഒരേ കമ്പനിയിൽ 16 വർഷക്കാലം ജോലി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഒരു ലേബറായിട്ട് ജോലിക്ക് പ്രവേശിച്ചുവെങ്കിലും ഷിഫ്റ്റ് ഇൻചാർജറായിട്ട് പ്രൊമോഷനോടുകൂടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജോലി വിട്ട് നാട്ടിലേക്ക് പോരുവാൻ ഇടയായി തീർന്നത്. എനിക്ക് 54 വയസ്സ് ഇപ്പോൾ പ്രായമുണ്ട്. 31ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നത്. ഞങ്ങൾ ഭോപ്പാലിന്റെ പ്രദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ 9 വർഷം വരെ ഞാൻ ബാച്ചിലറായിട്ടുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്. അതിനുശേഷം വിവാഹത്തിന് ശേഷം ഞങ്ങള് ഫാമിലി ക്വാർട്ടേഴ്സിലേക്ക് മാറുവാൻ ഇടയായി തീർന്നു. വെള്ളിയാഴ്ച വൈകിയ വേളകളിലും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ സമയങ്ങളിലും ഒക്കെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ അനേക പാസ്റ്റർമാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് എങ്കിലും പ്രാർത്ഥനയിൽ ഒരു വലിയ വിശ്വാസം ചെറുപ്പത്തില് എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൊക്കെ സെന്റ് തോമസ് ഏല UP സ്കൂൾ കത്തോലിക്ക കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ 4ാം ക്ലാസ് വരെ പഠിക്കുവാൻ ഇടയായി തീർന്നത്. അവിടെ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയുണ്ട്, ഉച്ചയ്ക്ക് പ്രാർത്ഥനയുണ്ട്, വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളെ എല്ലാവരെയും പള്ളിയിൽ കൊണ്ടുപോകും. ഞങ്ങൾക്കെല്ലാം സ്നേഹസ്നേഹ എന്ന് പറയുന്ന ഒരു മാഗസിന് തരുമായിരുന്നു. അങ്ങനെയൊക്കെ ദൈവത്തോട് ഒരു വിശ്വാസത്തോടു കൂടെ, എന്നാൽ മറ്റുള്ള കാര്യാദികളിൽ നിന്നും ഏക സത്യദൈവം ക്രിസ്തു എന്ന വിശ്വാസത്തിൽ വളരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ചെറുപ്രായത്തിലെ ഭാഗ്യം ഒരുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഭോപ്പാലിന്റെ പ്രദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് 2000 എൻ്റെ പിതാവ് എനിക്ക് ടെലഗ്രാം ചെയ്യുവാൻ ഇടയായി തീർന്നു. മാതാവ് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം 25 റേഡിയേഷനും 9 ഹീമോയും കഴിഞ്ഞ് ഒരു പിടി ഉറക്കുകൂളികൾ മാത്രം സമ്മാനിച്ച് മരണത്തിന് ഏൽപ്പിച്ച് ഭവനത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യുവാനിടയായി തീർന്നു. പിതാവ് എന്നോട് പറഞ്ഞു, ജീവനോടെ കാണണമെന്നുണ്ട് എങ്കിൽ എളുപ്പം കയറി വരുവാൻ. ഞാനും എൻ്റെ ഏറ്റവും ഇളയ ടിൻസിൽ ഒരു സഹോദരിയും ഭോപ്പാലില് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പാർക്കുകയാണ്. ഞങ്ങൾ 2 ഫാമിലി ഒരുമിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാട്ടിൽ കടന്നു വന്നു പകൽക്കാലങ്ങളിലൊക്കെ മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭവനത്തിൽ നിൽക്കുന്ന സമയം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കപ്പക്കാലായിലെ TPMകാരുടെ കൺവെൻഷൻ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് പകൽക്കാലം 2 സഹോദരിമാർ നോട്ടീസുമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. അന്ന് പകൽക്കാലം ഞാനും എൻ്റെ വൈഫും കുഞ്ഞും മാതാവും മാത്രമേ ഭവനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സഹോദരിമാരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മാതാവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 25 റേഡിയേഷനും 9 ഹീമോയും കഴിഞ്ഞ് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ഭവനത്തിലായിരിക്കുന്നു. കടന്നു വന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയപ്പെടുവാൻ ഇടയായി തീർന്നു. ആ സഹോദരിമാർ 2 പേരും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അനുഗ്രഹത്തിന്റെ അധിപതിയെ എന്ന പാട്ട് പാടി ഞങ്ങളുടെ മാതാവിന് വേണ്ടി ശക്തമായിട്ട് അവർ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. മാതാവിന്റെ അഡ്രസ്സ് എഴുതിക്കൊണ്ട് അവർ കടന്നു പോവുകയും ആ TPM മഹായോഗത്തില് മാതാവിന്റെ അഡ്രസ്സ് പറഞ്ഞ് കടന്നു വന്നതായ എല്ലാ വ്യക്തികളെയും എഴുന്നേൽപ്പിച്ച് നിർത്തി കരങ്ങളെ ഉയർത്തി, വിശുദ്ധന്മാർ കരങ്ങളെ ഉയർത്തി എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ട് എൻ്റെ മാതാവിന് പരിപൂർണമായ വിടുതൽ നൽകുവാനിടയായി തീർന്നു. ഞാൻ 3 ദിവസവും ആ കൺവെൻഷന് കടന്നുപോയി. അവിടെ എൻ്റെ മുമ്പും പുറകും പിമ്പും ഇരുന്ന അനേക പ്രിയപ്പെട്ടവർ
പ്രാസംഗികൻ പറയുന്ന കാര്യങ്ങൾക്കൊത്തവണ്ണം കൈകളെ ഉയർത്തുകയും ഹല്ലേലൂയ സ്തോത്രം പറയുകയും ഒക്കെ ചെയ്യുവാനിടയായി. എനിക്കൊന്നും പിടികിട്ടിയില്ല. ഞാനും എല്ലാവരും കൈ പൊക്കുമ്പോൾ ഞാനും പൊക്കിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് കണ്ട് പൊട്ടനെ പോലെ എന്തിനൊക്കെയോ ഏതിനൊക്കെയോ കൈകൾ പൊക്കുവാനിടയായി തീർന്നു. എന്നാൽ 3 ദിവസത്തെ കൺവെൻഷൻ അതിവേഗം കടന്നു പോകാനിടയായി തീർന്നു. ആ കൺവെൻഷൻ കടന്ന് ടെന്റും പൊളിച്ചു കെട്ടി അവർ കടന്നുപോയി. ഞാന് പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ട് കൊണ്ടാണ് തീർന്നത്. തിങ്കളാഴ്ച വൈകിട്ടായപ്പോൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാനിടയായി. ഞാൻ കണ്ണടച്ചാൽ ഉടനെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബാനർ ഇങ്ങനെ കാണുവാനിടയായിരുന്നു. എൻ്റെ കണ്ണിന് മുമ്പിൽ തെളിയുവാനിടയായി. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളെ രക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാതി രാജാവായി വേഗം വരുന്നു എന്ന ബാനർ എൻ്റെ കണ്ണിന് മുമ്പിൽ തെളിയുവാനിടയായി. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. 2 മണിയോട് രാത്രിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പലവട്ടം കിച്ചണിൽ പോയി, കട്ടനിട്ടു, വെള്ളം കുടിച്ചു, ബാത്റൂമിൽ പോയി. ഉറക്കം വരുന്നില്ല. എന്നാൽ എൻ്റെ മാതാവ് സുഖമായി കിടന്നുറങ്ങുകയാണ്. എന്നാൽ അന്ന് രാത്രിയില് ഞാൻ ദൈവത്തോട് പറയാനിടയായി, കർത്താവേ, ഇത് വാസ്തവമാണ് എങ്കിൽ ഇത് 3 എനിക്ക് ആവശ്യമാണ്. വെറുതെ വേണ്ട, ആയുഷ്കാലം ഞാൻ അങ്ങയുടെ വേല ചെയ്തു കൊള്ളാം എന്ന് സമർപ്പിച്ച് ഞാൻ കിടന്ന് ഉറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. പ്രഭാതത്തിൽ ഞാനൊരു സത്യ അന്വേഷകനായിട്ട് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഒരു സത്യ അന്വേഷകനായിട്ടിരിക്കുമ്പോൾ ആണ് ഈ ഭോപ്പാലിലുള്ള പാസ്റ്ററിന്റെ നമ്പറിൽ വിളിക്കുവാനും അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോകുവാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുവാനും അദ്ദേഹം എൻ്റെ ശിരസിൽ കൈവച്ച്, ഞാൻ അന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ കറുത്ത ചരട് കെട്ടിയിട്ടുണ്ട്. എന്ന് കുളിച്ചാലും കുറി തൊടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഭവനത്തിലും പോയത്. അവിടെ ചെന്നു അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു. 11 മണിയോടെ ഞാൻ ചെന്ന് 3 മണി വരെ അദ്ദേഹവുമായിട്ട് അവിടെ സമയം ചെലവഴിച്ച് ഭവനത്തിൽ നിന്ന് പോന്നു. പിറ്റേ ദിവസം മാതാവിനെ പ്രാർത്ഥിക്കുവാൻ പാർശ്വ അമ്മാമ്മയും ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നെന്ന് പറയാനിടയായി. പിറ്റേ ദിവസം ചങ്ങനാശ്ശേരി ചെന്ന് ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. ഭവനത്തിൽ അയൽവക്കത്തുള്ള ഒത്തിരി സഹോദരികള്, കുടുംബങ്ങളെ ഒക്കെ കടന്നു വന്ന് മാതാവിനെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പാർശ്വ അമ്മാമയും ഒരു സഹോദരിയും കൂടെ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. അവര് കടന്നു വന്നു. അനേകര് അവരുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എൻ്റെ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, 3 പെൺമക്കളാണ്, അവരുടെ വിവാഹം നടക്കണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരതെല്ലാം കേട്ടിട്ട് പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം നമുക്ക് എന്നാ ഞങ്ങൾ വന്നിട്ട് ഒത്തിരി സമയമായി, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് അവരെഴുന്നേൽക്കുവാനിടയായി. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന അമ്മയുടെയൊക്കെ ഭവനത്തിൽ അടുക്കള വേല ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു. സഹോദരി ആത്മാവിൽ നിറഞ്ഞ് തുള്ളി വന്ന് മാതാവിന്റെ ശിരസിൽ കൈവെക്കുവാനിടയായി. ഈ രോഗം മരണകാനിയല്ല, ദൈവനാമ മഹത്വം വെളിപ്പെടാനാ ഈ കുടുംബത്തിൽ ചിലരെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം നൽകിയ ശൂലമാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ വലിയ ദൈവപ്രവൃത്തിയും വിടുതലും വെളിപ്പെടുമെന്ന് പറയാനിടയായി. എനിക്കൊന്നും അറിയത്തില്ല, എങ്കിലും അവര് കടന്നുപോയി. യേശു സൗഖ്യമാക്കി മാതാവിനെ കൊണ്ട്. ഞായറാഴ്ച ഇന്ന സ്ഥലത്ത്, ഞങ്ങളുടെ വീടിന് അവിടുന്ന് 10-20 കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു സ്ഥലമാണ് കവിയിൽ കണിയാമ്പാറ. എൻ്റെ വീട് ചങ്ങനാശ്ശേരി തുരുത്തിയാണ്. അവിടേക്ക് കടന്നു വരണം ആരാധനയ്ക്ക് എന്ന് പറയാനിടയായി തീർന്നു. ഞാൻ പോകാമെന്നൊന്നും വിശ്വസിച്ചല്ല, ഓക്കെ പറഞ്ഞു. അവര് കടന്നുപോയി. ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടായി, നാളെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണം. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അന്ന് വണ്ടിയൊന്നുമില്ല. ബസ്സിന്, ലൈൻ ബസ്സിന് കയറി അവിടെ കണിയാമ്പാറ കവലയിൽ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. പറഞ്ഞ അഡ്രസ്സും പ്രകാരം കടന്നു ചെന്നപ്പോൾ കേവലം ഒരു കൊച്ചു കടമുറി, അതിനകത്തെ 6 പേര് ഇരുന്ന് ആരാധിക്കുന്നു. അതിലെ അമ്മാമ്മ, പാസ്റ്ററിന്റെ അമ്മാമ്മയും പാസ്റ്ററും മാത്രം കസേര, ബാക്കിയുള്ള ആൾക്കാരൊക്കെ തറയിലിരിക്കുന്നു. 2 കസേരയേ ഉള്ളൂ. അമ്മാമ്മയാണ് ഡ്രം അടിക്കുന്നത്. പാസ്റ്ററിന്റെ കയ്യിൽ ഒരു ചിഞ്ചിലുമുണ്ട്. 5-6 പേരുമായിട്ട് ഇരുന്ന് ആരാധിക്കുന്നു. ഞാനും ആ ആരാധന അതിലെ ചെന്ന് ഇരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 3 ആഴ്ച ഞാൻ കടന്നുപോയി. 3-ാമത്തെ ആഴ്ച എന്നോട് പറഞ്ഞു, സഹോദരൻ വന്നിട്ട് 3 ആഴ്ചയായി എല്ലാവരും സാക്ഷ്യം പറഞ്ഞു, പാട്ടൊക്കെ പാടി എഴുന്നേറ്റു. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. ഞാനും എഴുന്നേറ്റ് നിന്ന് കരഞ്ഞു. അവസാനം വിങ്ങി ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം, സ്വർഗത്തിൽ പോകാൻ എന്ന് പറയാനിടയായി തീർന്നു. പിറ്റേ ഞായറാഴ്ച 9 മണി ആയപ്പോൾ ഞങ്ങളുടെ ചർച്ചിനടുത്തുള്ളതായ കണിയാമ്പാറയിലെ ഒരു പാറക്കുളത്തില് എന്നെ സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. 2000 മാർച്ച് 9-ാം തീയതി
ആമേ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ മാർച്ച് മാസം, ആ 3-ാം മാസത്തെ എല്ലാ മാസങ്ങളിലും ലാസ്റ്റ് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 2-ാമത്തെ പകൽക്കാലം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ സെക്ഷനിലെ അനുഗ്രഹത്തിന്റെ അധിപതിയെ എന്ന പരിശുദ്ധാത്മാവ് ശക്തി പകർന്നിടുക എന്ന പാട്ടുപാടി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുവാനും അന്യഭാഷയിൽ സംസാരിക്കുവാനും സ്വർഗം ഭാഗ്യമൊരുക്കി. സ്നാനപ്പെട്ട മാസം തന്നെ അഭിഷേകം പ്രാപിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി. അതിന് ശേഷം വലിയ പ്രതികൂലങ്ങളൊക്കെ ഭവനത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെതൊന്നും മക്കളിൽ നടുക്കത്തതാണ്, ഇളയതാണ്. അനിയൻ മരിച്ചു പോയിരുന്നു വിവാഹത്തിന് മുമ്പ്. പിന്നെ എൻ്റെ വിവാഹത്തോട് സംബന്ധിച്ചാണ് ഭവനമൊക്കെ പുതുക്കി പണിയാൻ ഇടയായി തീർന്നത്. എന്നാൽ അവിടെ ഒരു ഹിന്ദു ആചാരപ്രകാരം ചുറ്റുപാട് മുഴുവനും ദേശവും എൻ്റെ വീടിൻ്റെ 7-ാമത്തെ വീട് അവിടുത്തെ അമ്പലമാകയാലും അവിടെ തുടർന്ന് കർത്താവിനെ സേവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഉള്ളിൽ എനിക്കൊരു പ്രേരണ തന്നു, ഇവിടെ നിന്ന് മാറി പാർക്കണം. മാതാവിന് ദൈവം പൂർണ്ണ സൗഖ്യം നൽകുവാനായിട്ട് ആ പ്രാർത്ഥനയിലൂടെ സൗഖ്യമായി ഞാൻ കടന്നും പോയി, സ്നാനപ്പെട്ടു. മാതാവ് പൂർണ്ണ സൗഖ്യത്തോടെ ഇന്നും ജീവനോടെ മുടികളെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. എന്നാൽ ഇടതൂർന്ന കറുത്ത മുടികൾ 2-ാമത് കഴുകന് ചിറക് പുതുക്കി വരുന്നത് പോലെ എൻ്റെ മാതാവിന് വരുവാൻ ഇടയായി. 2000-ൽ ക്യാൻസർ വന്നു. 25 വർഷമായി ഒരു ഗുളികയില്ല, മരുന്നുമില്ല, ഒന്നുമില്ല. എങ്കിലും പൂർണ്ണ സൗഖ്യം മാതാവിന് നൽകുവാൻ ഇടയായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ തങ്കമ്മ ഡോക്ടറാണ് മാതാവിനെ ചികിത്സിച്ചത്. മാതാവിന്റെ സൗഖ്യം കണ്ടിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മച്ചിക്ക് ഒത്തിരി സൗഖ്യമുണ്ട്. ഉടനെ പറയാൻ എൻ്റെ മോൻ പ്രാർത്ഥിക്കും എന്ന് പറയാൻ ഇടയായി. ആ മോനെയാണ് കൊണ്ടുവന്നത്. ഇല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട്, അടുത്ത ചെക്കപ്പിന് വരുമ്പോൾ ആ മോനെ കൊണ്ടുവരണം എന്ന് പറയാൻ ഇടയായി തീർന്നു. എന്നോട് വന്ന് പറഞ്ഞു, അടുത്ത ചെക്കപ്പിന് മോൻ വരണം. ഞാൻ പിറ്റേ ചെക്കപ്പിന് പോകാൻ നേരം ഞാൻ കൂടെ പോയി. അമ്മ മുന്നം കയറിയിട്ട് പറഞ്ഞു, ഡോക്ടറെ പറഞ്ഞില്ലേ ആ മോനാ വന്നിരിക്കുന്നത് എന്ന് പറയാൻ ഇടയായി തീർന്നു. ഉടനെ 5 മിനിറ്റ് വേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് 2 പേഷ്യന്റിനെ വിളിച്ച് പെട്ടെന്ന് വിട്ടിട്ട് അത് ഡോറ് ലോക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ്, അമ്മച്ചിക്ക് സൗഖ്യം നൽകിയ ദൈവം എന്നെയും വിടുവിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയാനിടയായി. ഞാൻ സാരിയുടെ തുമ്പ് ഞാൻ തന്നെ തുളത്തുനിന്ന് എടുത്ത് ഡോക്ടറിന്റെ തലയിലിട്ട് എൻ്റെ വലതുകരം വെച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഡോക്ടർ പൊട്ടി കരയാനായിട്ട് ഇടയായി. എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്, എന്നാൽ ഞങ്ങൾക്ക് പുസ്തകക്രമങ്ങളും ഒക്കെ വായിക്കാനും സ്വർഗസ്വനായ പിതാവേ അറിയത്തുള്ളൂ. ഇങ്ങനെ ആവശ്യങ്ങൾ വ്യക്തപരമായിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അറിയത്തില്ല, അത് ദൈവം തന്ന കൃപയാണ് എന്നൊക്കെ പറയാനായിട്ട് ഇടയായി. മാതാവിന് പൂർണ്ണ സൗഖ്യം നൽകി. ഇന്നും ജീവനോടെ എൻ്റെ മാതാവ് ജീവിക്കുന്നു. പെന്തക്കോസ്തുകാർ എൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ മാതാവിന് സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി. ഞാൻ 3-ാമത്തെ ആഴ്ച സ്നാനപ്പെട്ടിട്ട് കടന്നു ചെല്ലുമ്പോൾ നാളുകളായി കിടക്കയിൽ കിടന്ന എൻ്റെ മാതാവ് മുറ്റത്ത് ഫൈബറിൻ്റെ കസേരയിട്ട് മുറ്റത്തിരിക്കുകയാണ്. ഞാൻ നാളുകളായി ഇരുട്ടുമുറി കിടക്കുന്നു, എനിക്ക് ആളും പേരെയും വെട്ടവും വിളിച്ചും ഒക്കെ കാണണം എന്ന് പറഞ്ഞ് പുറത്തിരിക്കാൻ ഇടയായി. ആഹാരം കഴിക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾക്കകം ആ കൗളിലെ മുറിവ് ഉണങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. ചില മാസങ്ങൾ ഒരു വെള്ളപ്പാട് പോലെ ഉണ്ടായിരുന്നു. പിന്നത്തേതിൽ അതും പൂർണ്ണമായി മാറി പൂർണ്ണ സൗഖ്യമുള്ളവളായി ദൈവത്തോട് മക്കൾ എന്ന സ്ഥാനത്ത്, അമ്മ എന്ന സ്ഥാനത്ത് മക്കൾക്ക് വെച്ച് വെക്കുന്ന കഞ്ഞി വിളമ്പി കൊടുക്കാനുള്ള ആരോഗ്യം മാത്രമേ എൻ്റെ അമ്മ ചോദിച്ചുള്ളൂ എന്ന് പലപ്പോഴും സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ വെക്കാനും വിളമ്പാനും കൊടുക്കാനും പോകാനും വരാനും ഒക്കെയുള്ളതായ പൂർണ്ണ സൗഖ്യം എൻ്റെ മാതാവിനെ നൽകി. തുടർന്ന് 25 വർഷക്കാലം ദൈവസന്നിധിയിൽ ഞങ്ങളോടൊപ്പം ദൈവത്തെ സേവിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അമ്മ സൗഖ്യം പ്രാപിച്ചു. ഞാനും മാത്രമാണ് സ്നാനപ്പെട്ടത്. 7 മാസം കഴിയുമ്പോൾ
കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് ചോദിച്ചു ഞാനും വരുവാന്ന്. അങ്ങനെ എൻ്റെ കൂടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. തുരുത്തിയിൽ നിന്നും ചങ്ങനാശ്ശേരി വരെ ഒരു ബസ്സിന് കയറണം. അവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തോട്ടഭാഗത്തിനുള്ള ബസ്സിന് വേറെ കയറി 2 ബസ് കയറി ഞങ്ങളെ മൂത്ത കുഞ്ഞുമായിട്ട് അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ശനിയാഴ്ച ആദ്യത്തെ സെക്ഷനിൽ പുള്ളിക്കാരിയുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ ഇടയായി തീർന്നു. പുള്ളിക്കാരുടെ കാതിൽ നിന്ന് കമ്മല് ഊരി താഴെ വീഴുവാനിടയായി. അത് എടുത്തിട്ടു. പിന്നെയും മറ്റേ കമ്മലൂരി താഴെ പോകാനിടയായി. ഒരു തൂവാലയെടുത്ത് മാലയും കമ്മലും കൊലുസും കാലുകൊണ്ട് ശരീരത്തുണ്ടായിരുന്ന സകല ആഭരണങ്ങളും ഊരി ആ തൂവാലയിൽ കെട്ടി ഞങ്ങള് വലത്തുവശത്തും സ്ത്രീകൾ ഇടതുവശത്തുമായിരിക്കുന്നത് അവിടേക്ക് എറിഞ്ഞു തരുവാനിടയായി. ഞാൻ എടുത്ത് പോക്കറ്റിൽ ഇടാനിടയായി തീർന്നു. ആ ഉപവാസ പ്രാർത്ഥന വൈകുന്നേരമായപ്പോൾ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. ഞായറാഴ്ച പ്രഭാതത്തില് സ്നാനം ശുശ്രൂഷ കഴിക്കുവാൻ ഇടയായി തീർന്നു. ആ 7 മാസക്കാലം ഞാൻ വിശ്വാസത്തിൽ വന്നുവെങ്കിലും ഒരു പൊത്തുവരുത്ത ജീവിതത്തിൽ നിൽക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ വൈഫ് എന്നേക്കാൾ ശക്തിയായിരുന്നു. അവള് ഓർണമെന്റ്സ് ഒക്കെ ഊരി വീട്ടിൽ വന്ന ഉടനെ നിലവിളക്കെല്ലാം പീസായി ഊരി ഒരു ഷിമ്മി കവറിൽ കെട്ടി നിലവറയ്ക്കടിയിലിട്ടു. സന്ധ്യയാവുമ്പോൾ പായിട്ട് അറിയാവുന്ന പാട്ട് ഉറക്കെ കൈയടിച്ച് പാടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആദ്യ സമയങ്ങളിലൊന്നും അപ്പനും അമ്മ കൂടെ വന്നിരിക്കും. അപ്പനും ഒന്നും എതിരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കടന്നു പോകുന്നതായ സമയത്ത് ചുറ്റുപാടുള്ളവരൊക്കെ അപ്പനെ കയ്യിലെടുത്തു. പഴയ മനുഷ്യനാണ്, ഇവിടെ കൊട്ടാനും പാടാനും പറ്റത്തില്ല എന്നൊക്കെ വലിയ പ്രതികൂലം അപ്പനിലൂടെ അവർ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പൻ ആയിട്ട് ഇവിടെ നാട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് കൊട്ടാനും പാടാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എവിടെയാന്ന് വെച്ചാൽ പൊക്കോളാൻ എന്നോട് പറയാനിടയായി. നിന്റെ അമ്മയ്ക്ക് സൗഖ്യമൊക്കെ കിട്ടി, അതൊക്കെ കാര്യം ശരിയാ, എന്നാൽ കരക്കാരെ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ കൊട്ടാനും പാടാനും പറ്റത്തില്ല എന്ന് എൻ്റെ പിതാവ് പറയാനിടയായി തീർന്നു. ഞങ്ങളുടെ പക്കല് 10-15 പവന്റെ സ്വർണം ഉണ്ടായിരുന്നു. PF-ന്ന് അല്പം പൈസയും കൂടെ എടുത്ത് ഞങ്ങളെ ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും കൂടെ വാങ്ങിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2002 ഞങ്ങൾ ആ വീട് വാങ്ങിച്ചു. സമചതുരം 4 മുറി, 3 ബെഡ്റൂമും ഒരു കിച്ചണും ഹോള് സിറ്റൗട്ടിനൊക്കെ ഫ്രണ്ടിലോട്ട് പ്ലേസ് കിടക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് ഒരു വാടക ഭവനത്തിൽ പോകാതെ, വാടക കൊടുക്കാതെ ആ ഭവനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. കടമൊന്നും കൂടാതെ ഞങ്ങൾ ആ വസ്തു എഴുതിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്നതും ആയ സകല കാര്യങ്ങളും ഫിനിഷായി. ഒരു സ്റ്റൂള് വാങ്ങിക്കാൻ, ഒരു ഫൈബറിന്റെ കസേര വാങ്ങിക്കുവാൻ, ഒരു തലവിണ വാങ്ങിക്കാൻ സാമ്പത്തികമില്ല. അല്ല, പ്രാർത്ഥനയ്ക്കിരിക്കുന്ന പലപ്പോഴും ചർച്ച മടക്കി വെക്കുമ്പോൾ ഞാൻ ഓർത്തു പാഷനോട് ചോദിച്ചാലോ എന്ന്. അപ്രകാരം ഇല്ലായ്മയിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദീർഘവർഷക്കാലം ഭോപ്പാലിലായിരുന്നു. സാലറി ഉണ്ടായിരുന്നു, വീട്ടിലേക്ക് അയക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, നടത്തും. ചെറുപ്രായം തൊട്ട് സാമ്പത്തികം കൈകാര്യം ചെയ്തു. പെട്ടെന്ന് വരുമാന മാർഗങ്ങളൊക്കെ നിന്നു. സാമ്പത്തികമില്ല, സഹായിക്കുവാൻ ആരുമില്ല. ഒറ്റപ്പെട്ട അനുഭവത്തിൽ ആയി തീർന്നു. വലിയ ഞെരുക്കത്തിൽ കൂടെ ഒരു വർഷക്കാലം 9 മാസം കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ആ 9 മാസങ്ങൾക്ക് ശേഷം ഒരു പേപ്പറിൽ പരസ്യം കണ്ട് ഒരു ക്രസന്റ് പാർക്ക്, തിരുവല്ല പുഷ്പഗിരിയുടെ ഫ്രണ്ടില് ക്രസന്റ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് എനിക്ക് ജോലി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇൻവേർട്ടറിന്റെ സെയില് ആയിരുന്നു. ഒരു ഇൻവേർട്ടർ സെയിലാക്കിയ 2500 രൂപ കമ്മീഷനുണ്ട്, 10000 രൂപ സാലറി ഉണ്ട്. പ്രാർത്ഥിച്ച്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, ശൂന്യതയില് ഞങ്ങളുടെ വീട്ടിൽ ആ വീട് വാങ്ങിച്ചു. ഞാനൊരു കാര്യം പറയാം, വിശ്വാസത്തിന് വേണ്ടി 2 അലൂമിനിയം കിലോ 6 കുപ്പി ഗ്ലാസും ഭോപ്പാലിൽ നിന്ന് കൊണ്ടുവന്ന 2 ബാഗിലെ ഞങ്ങളുടെ ഉടുതുണിയുമായി ഞങ്ങൾ ആ ഭവനത്തിൽ കയറി പാർത്തു. ഭോപ്പാലിൽ കൊണ്ട് ഉപയോഗിച്ചിരുന്ന ആ കമ്പിളി ഞങ്ങൾ ആ സിമെന്റ് തറയിലെ വിരിച്ച് ഞാനും കുഞ്ഞും വൈഫും അവിടെ കിടന്ന് ഉറങ്ങി മാസങ്ങളോളം. അപ്രകാരം കടന്നുപോയി. അങ്ങനെയൊക്കെ കടന്നു പോകാനിടയായി തീർന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങള് ഒന്നുമില്ല എങ്കിലും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന 2.5 മണിക്കൂറായിരുന്നു. പകൽക്കാലമൊക്കെ ബിസിനസ്സുമായി പോകുന്നിടത്തൊക്കെ വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കുകയും എൻ്റെ ബാഗിനകത്ത് ലഘുലേഖകൾ ഇടുകയും
ഇൻവെർട്ടറിന്റെ സെയിലിനാണ് പോകുന്നതെങ്കിൽ എല്ലാ വീടുകളിലും കയറി ലഘുലേഖകൾ കൊടുക്കുകയും ക്ഷേമം അന്വേഷിക്കുകയും ആൻറ്റി അച്ചായൻ എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഇത് ദൈവം എനിക്ക് തന്നു, മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ ആൻറ്റി അങ്കിൾ എന്ത് ചെയ്യുക, അച്ചായൻ എന്ത് ചെയ്യുക, പനിയായിട്ട് കിടക്കും, അയ്യോ എവിടെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കയറി ചെന്ന് ധൈര്യമായിട്ട് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാനും, പലപ്പോഴും ആര് തന്നു എങ്ങനെയെന്ന് അറിയത്തില്ല, ഉൾപ്രേരണ തന്നു, ആ വെള്ളമൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുവാനൊക്കെ ഇടയായി. സ്വർഗത്തിലെ ദൈവം അവിടെയൊക്കെ അങ്ങ് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു വീട്ടിൽ വേണ്ടതായ സകല കാര്യങ്ങളും ആകുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ആ ജോലി നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. 2000 മാർച്ച് 9 ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. 2002 വീട്ടിൽ നിന്ന് മാറിപ്പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. 5.5 വർഷം ആ ഭവനത്തിൽ പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പാർത്തു. അങ്ങനെ ജോലിയും ചെയ്ത് അവിടെ ഒരു വിശ്വാസിയായിട്ട് ഇരിക്കുന്നതായ സമയത്ത് 2007 ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജെയിംസ് കൊട്ടാരക്കര എന്ന ഒരു അഭിഷക്തൻ അമ്മ ശുശ്രൂഷിക്കാൻ കടന്നു വന്നപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് ഇപ്രകാരം പ്രവചിച്ചു, അല്ലയോ ഉപായിയായ യാക്കോബേ, ഇനി നീ എന്തുപായമാ പ്രയോഗിക്കുവാൻ പോകുന്നത്? ഒന്നറിഞ്ഞുകൊള്ളുക, അംഗഹീനനാക്കിയാണ് എങ്കിലും ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്ക് ഇറക്കും. എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്ക്. ഞാൻ എഴുന്നേറ്റ് നിന്നു. നീ സമർപ്പിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. ഒരു രണ്ട് കാലും രണ്ട് കൈയുള്ളവനായിട്ട് വേല ചെയ്യുന്നോ, അംഗഹീനനായിട്ട് വേല ചെയ്യുന്നോ എന്ന് ഇപ്പം തീരുമാനിച്ചിട്ടിരുന്നാൽ മതി എന്ന് പറയാനിടയായി. എനിക്കൊന്നും പിടികിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നാൽ എന്തോ ഭാരം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ പൊട്ടിക്കരയുവാനിടയായി. പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ കുടുംബശ്രേഷ്ഠതയോ കുലമഹിമയോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല എനിക്ക്. ഇതൊക്കെ ഉള്ളവർ തെക്കും വടക്കും നടക്കുന്ന മണ്ഡലത്തിൽ അങ്ങനെ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു. ഞാൻ ആ വിളി കേട്ടിറങ്ങുകയാ. ഒരു കാര്യം ഒരു നാളിൽ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത്. ദൈവം ആ നിപ്പിലും നിലവിളിയുടെ നടുവിലും എന്നോട് 7 കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ 12 കാര്യം കർത്താവിനോട് പറയാൻ ഇടയായി തീർന്നു. ഇന്നും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ആ കൈകാര്യം ചെയ്ത വിഷയം, ഞാൻ ദൈവത്തോട് പറഞ്ഞ വിഷയത്തിൽ ദൈവം എന്നോട് പറഞ്ഞ കാര്യത്തിൽ ഞാനും ഇന്നുവരെയും വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ജോലി കാര്യങ്ങൾ എല്ലാം വിട്ട്, പ്രിയപ്പെട്ടവർ, ഒരു ഇൻവെർട്ടർ സെയിലാക്കിയാൽ 2500 രൂപ കമ്മീഷനുണ്ട്. അത് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ദൈവകൃപയിൽ പ്രാർത്ഥിച്ചിറങ്ങിപ്പോകും. 13 എണ്ണം 9 എണ്ണം 7 എണ്ണം എൻ്റെ നിത്യ ടാർഗറ്റ് ആയിരുന്നു. ദിവസങ്ങൾ കൊണ്ട് വീട്ടിന് വേണ്ട കാര്യാദികളെല്ലാം ദൈവം തൊടുന്നതെല്ലാം പൊന്നായി തീരുന്ന ഒരു അവസ്ഥയില് ദൈവം എന്നെ മാനിച്ചു. എന്നാൽ 2007 വേലയ്ക്ക്, പൂർണ്ണ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ വിളിക്കുവാനിടയായി. ഞാൻ മടികൂടാതെ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ തീരെ പൊടിക്കുഞ്ഞുങ്ങളാ. ഞാൻ അങ്ങനെ ഇറങ്ങുവാൻ ഇടയായി. വലിയ മോനുണ്ടായി. 3.5 വയസ്സ് പ്രായമായപ്പോൾ എനിക്ക് രണ്ടാമതൊരു ആൺകുഞ്ഞ് സോളമൻ ജനിക്കുവാനിടയായി. സോളമന്റെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ എൻ്റെ വൈഫിന്റെ അമ്മ സഹായത്തിനായിട്ട് പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. കടന്നു വന്നപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ സമർപ്പിക്കേണ്ടതായ സമയമായപ്പോൾ ആ അമ്മയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ആലയത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. എല്ലാവരും വരണം, കുഞ്ഞിനെ സമർപ്പിക്കുകയാണ്, പ്രതിഷ്ഠിക്കുകയാണെന്ന് പറയാനിടയായി തീർന്നു. കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയ്ക്ക് അവരെല്ലാവരും കടന്നു വരുവാനിടയായി. പ്രതിഷ്ഠയും കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ആ മാതാവ് എന്നോട് ചോദിച്ചു, മോനെ, കാതിലുമില്ല കഴുത്തയിലുമില്ലാത്ത മനുഷ്യര് മർത്തോമായിലോ യാക്കോബയിലോ പോയിരുന്നെങ്കിൽ ലോകം പകയ്ക്കത്തില്ലായിരുന്നു, ഇതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് പറയാനിടയായി. ഞാൻ മാതാവിനോട് ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ മുകളിലേക്ക് നോക്കുവാനിടയായി തീർന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കേൾക്കണമോ? അടുത്ത ഞായറാഴ്ച വാകത്താനത്തു നിന്ന് എൻ്റെ അമ്മ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ആലയത്തിൽ വന്നിരുന്നു. മോനെ, ഞാൻ അങ്ങനെ പറഞ്ഞതും നീ ആ മുകളിലേക്ക് നോക്കിയതും എൻ്റെ ഹൃദയത്തിന് വലിയ ഭാരമായി തീർന്നു. ഞാൻ അത്രയും നാൾ നിന്റെ ഭവനത്തിൽ എൻ്റെ മോടെ കൂടെ അവിടെ നിന്ന ആ ദിവസങ്ങൾ ഞാൻ സ്വർഗത്തിലായിരുന്നു, സമാധാനമായിരുന്നു, സന്തോഷമായിരുന്നു. എന്തെന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഞാൻ അവിടെ അനുഭവിച്ചു. എന്നാൽ എൻ്റെ ഭവനത്തിൽ അതില്ല എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വരുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മാതാവും സ്നാനമേൽക്കുവാൻ ഇടയായി തീർന്നു.
ആദ്യമായി എൻ്റെ അമ്മായിയമ്മ സ്നാനമേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ മാതാവും നന്നേ പ്രാർത്ഥിക്കുന്ന മാതാവാണ്. മാതാവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കടന്നു പോകുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചു സുവിശേഷ വേല ചെയ്യുവാൻ. ഞാൻ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ പൊതുശുശ്രൂഷയുമായി നടക്കുന്ന സമയത്ത് 2007 മുതൽ 15 വരെ പൊതുശുശ്രൂഷയുമായിട്ട് ജോലിയൊന്നും ചെയ്യാതെ ഒരൊറ്റ ദിവസം പോലും മെനക്കെടാതെ ഞാൻ കയറിയിറങ്ങാത്ത വീടുകളിലില്ല, ആരും കൂട്ടിനില്ല, ഒറ്റയ്ക്ക് എൻ്റെ നല്ല പ്രായത്തിൽ കയറി ഇറങ്ങുവാനായിട്ട് പോകുവാനിടയായി. അങ്ങനെ പോകുന്ന സമയത്ത് 2010 ദൈവാത്മാവ് പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം വേറിട്ട് ദൈവം. അങ്ങനെ വ്യാഴാഴ്ച പകൽക്കാലം ഭവനത്തിൽ ഒരു മീറ്റിംഗ് ഓപ്പൺ ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആ ഭവനത്തില് പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിൽ ഞങ്ങൾ വിശ്വാസത്താ പാവിരിച്ച് ഞാനും വൈഫും കൂടെ പ്രാർത്ഥിച്ചു. അയ്യത്ത് പുല്ല് പറിക്കാൻ വന്ന 2 സഹോദരിമാർ ആദ്യമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അന്ന് തന്നെ അതിലൊരു സഹോദരിയുടെ ഭൂതം അഴിഞ്ഞ് ആ രോഗബന്ധനം അഴിഞ്ഞു മാറുവാനിടയായി. അവർ പിറ്റേ ആഴ്ച 4 പേരെ കൂട്ടിക്കൊണ്ടുവന്ന് 4, 8, 10, 7, 70 മാറുവാനായിട്ട് ഇടയായി തീർന്നു. ചില മാസങ്ങൾ കൊണ്ട് വലിയൊരു കൂട്ടം ജനം വ്യാഴാഴ്ച പകൽക്കാലം ജാതി മതവർണ്ണ വ്യത്യാസം കൂടാതെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് വൈഫിനോട് ദൈവാത്മാവ് ഇടപെട്ടു, വരുന്നവർക്കെല്ലാം നീ ആഹാരം കൊടുക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, കഞ്ഞിയും പയറും അച്ചാറും കരുതുവാനിടയായി തീർന്നു. അങ്ങനെ ആ മീറ്റിംഗ് കടന്നു പോകുമ്പോൾ 2015 ഉപവാസ പ്രാർത്ഥനയില് അതേ ചർച്ചിൽ വെച്ച് തന്നെ ഒരു ദൈവദാസന്റെ പേര് എനിക്ക് മിസ്സായിപ്പോയി. ആ ദൈവദാസൻ പറഞ്ഞു, നിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുന്നവരെ നീ തന്നെ പരിപാലിക്കുക. അന്ന് വരെ ഒരു ചർച്ച് മിനിസ്ട്രിക്ക് ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഒരിക്കലും ഒരു വിശ്വാസിയായിട്ടിരുന്നാൽ മാത്രം മതി എന്ന് ആഗ്രഹിച്ചിരുന്ന എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുന്നവരെ നീ തന്നെ പരിപാലിക്കുക. ഓക്കെ കർത്താവേ, അതിനുവേണ്ട ആളും സഹായവും വഴിയും വാതിലും അങ്ങ് ഒരുക്കി തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഡിസംബറിൽ പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 22-ാം തീയതി, അതായത് 2015 ഡിസംബറിൽ ദൈവാത്മാവ് സംസാരിച്ചു. 2016 ഫെബ്രുവരി 22-ാം തീയതി സ്വർഗത്തിലെ ദൈവം അതിനുവേണ്ട വഴികൾ വാതിലുകളെ ഒരുക്കി ഞങ്ങൾക്ക് ഒരു ആലയം ഓപ്പൺ ചെയ്യുവാനായിട്ട് ചില 3-4 കുടുംബത്തെ കൊണ്ട് ആരംഭിച്ചു. അത് 28 ഫാമിലി വരെ ആയി തീരുവാനിടയായി. ഒരു ഡ്രമ്മില്ല. പ്രാർത്ഥിച്ചു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കെ, നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ഒരു ഡ്രം വേണം. പിറ്റേ ആഴ്ച 2 സഹോദരിമാർ 2 ഡ്രം ചുമന്നുകൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരനെ ഒരു ഡീസൽ ഓട്ടോ വന്ന് നിൽക്കുന്നത് കാണാനിടയായി. എല്ലാ സെറ്റോടു കൂടിയ അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു വലിയ ഡ്രം സെറ്റോടു കൂടെ കടന്നു വരുവാനിടയായി. പിന്നീട് പറഞ്ഞു, നമുക്കൊരു മൈക്ക് സെറ്റ് വേണം. പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച 2 മൈക്ക് സെറ്റ് കടന്നു വരുവാനിടയായി തീർന്നു. ഈ സാധനങ്ങളൊക്കെ പുറത്തു വെക്കാൻ നമുക്കൊരു ഓപ്പൺ ഏരിയ ആണ്, നമുക്കൊരു അലമാരി വേണം. പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം വഴികൾ വാതിലുകൾ ഒരുക്കി. ഞങ്ങളുടെ ചർച്ചിൽ മാസയോഗങ്ങൾ നടന്നു. ഒരൊറ്റ മാസയോഗത്തിനും പിരിവുകൾ എടുത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കെ, ദൈവം പ്രവർത്തിക്കും എന്ന് പറയാനിടയായി. ഇന്ന് വരെയും വിശ്വാസത്താൽ ദൈവം നടത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സഭ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. വ്യാഴാഴ്ചത്തെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ അനേകർ കടന്നു വരുവാൻ തുടങ്ങിയപ്പോൾ വീടിന്റെ കപ്പാസിറ്റി ചെറുതായതുകൊണ്ട് ഓതറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഞായറാഴ്ച ഈവനിങ്ങിലെ ഒരു മീറ്റിംഗ് ഓപ്പൺ ചെയ്യുവാനിടയായി തീർന്നു. ആ മീറ്റിംഗ് പ്രബലപ്പെടുവാനും അനേകർ കടന്നു വരുവാനും ഇടയായി തീർന്നപ്പോൾ അത് സഭയായിട്ട് രൂപീകരിക്കപ്പെടുവാൻ കൊറോണ ടൈം വരെ തിങ്കളാഴ്ച പകൽക്കാലം മണർകാട് കവലയിലെ ഒരു മീറ്റിംഗ് നടത്താനിടയായി. എഴുമറ്റൂര് കൂലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ബുധനാഴ്ച പകൽക്കാലം ഒരു മീറ്റിംഗ് 10-40 സഹോദരിമാർ കടന്നു വരുവാനിടയായി തീർന്നു. വ്യാഴാഴ്ച ഭവനത്തിലെ മീറ്റിംഗ്, ഞായറാഴ്ച ചർച്ചിലെ മീറ്റിങ്ങുകൾ, വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ ഓരോരോ കുടുംബ വീടുകളിൽ, നമ്മുടെ സഭയാം കുടുംബങ്ങളുടെ വീടുകളിൽ ലിസ്റ്റിട്ട് പ്രാർത്ഥനകളൊക്കെ നടക്കുവാനിടയായി. അനേകർ കടന്നു വന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുവാനും ദൈവകൃപയിൽ കടന്നു വരുവാനും ഒക്കെ ദൈവം അവിടുന്ന് ഭാഗ്യം ഒരുക്കുവാനിടയായി. അങ്ങനെ ഇരിക്കെയാണ് 2018
സഭ ഇട്ടതിന് ശേഷം 2017 ഞങ്ങൾ വിശ്വാസത്തിൽ പോകുന്നതിൽ ഏറ്റവും വലിയ, ഒരുപക്ഷെ ഈ അനുഭവ സാക്ഷ്യം ചേച്ചി അളിയനും കേൾക്കുമായിരിക്കും, ഏറ്റവും കൂടുതൽ എന്നെ പഴിച്ചതും ദുഷിച്ചതും എൻ്റെ മൂത്ത സഹോദരിയായിരുന്നു. ഞാൻ ചെന്ന ജീവനുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഞങ്ങളുടെ ദൈവത്തിന് ജീവനുണ്ട്, ഞങ്ങളുടെ സ്വാമിക്ക് ജീവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, മിണ്ടിപ്പോകരുത്, ആമേൻ, നിന്റെ ജീവനുള്ള ദൈവം ഇനി മേലാൽ ഇവിടോട്ട് കയറിപ്പോയേക്കരുത് എന്ന് ഈ കാര്യം പറഞ്ഞു, കയറിപ്പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ശാസിക്കുവാനിടയായി. ഞാൻ ആ ലാസ്റ്റ് ദിവസം പോയപ്പോൾ പെട്ടെന്ന് ദുഃഖത്തോടെ സിറ്റ് ഔട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, കാലിലെ പൊടി തട്ടിയിടാൻ. ഞാനും എൻ്റെ വൈഫും കാലിലെ പൊടി തട്ടിയിട്ടിട്ട് ഞങ്ങൾ പോരുവാനിടയായി തീർന്നു. എന്നാൽ ആ ചേച്ചിക്ക് അളിയനും ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകന് നല്ല സാലറിയിലെ ഗവൺമെന്റ് ജോലിയാണ്. അദ്ദേഹം പെട്ടെന്ന് മദ്യപാനം പണ്ടേ ഉണ്ടെങ്കിലും മദ്യപാനത്തിലേക്ക് കൂപ്പുകുത്തുവാനിടയായി തീർന്നു. അവന്റെ ഭാര്യ മരിക്കുവാൻ തീരുമാനമെടുത്ത സമയത്ത് എന്നെ വിളിച്ചത് പറഞ്ഞു, മാമ, നാളത്തെ മനോരമ പേപ്പറിൽ ഞാനും എൻ്റെ 3 പെൺമക്കളും മരിച്ചു കിടക്കുന്ന ഫോട്ടോയാ മനോരമ പേപ്പറിൽ കാണുന്നത്. എൻ്റെ മരണത്തിന്, ഞങ്ങളുടെ മരണത്തിന് അപ്പനോ അമ്മയ്ക്കോ നാട്ടുകാർക്കോ യാതൊരു ഉത്തരവാദിത്വവുമില്ല, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാത്രമാണ് എന്ന് പറഞ്ഞ് ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അന്ന് അവന് ബോണസ് കിട്ടിയ ഓണത്തിന്റെ തലേ ദിവസമാണ്, ഉത്രാട ദിവസമാണ്. 1 രൂപ പോലും വീട്ടിൽ കൊണ്ടുവന്നില്ല. മദ്യപിച്ച് ലക്ക് കേട്ട് വീട്ടിൽ വന്നെല്ലാം തല്ലിപ്പൊട്ടിച്ച അവസ്ഥയായിരുന്നു. ഈ ഫോൺ ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭാരം വരുവാനിടയായി. ഞാൻ അവിടേക്ക് കടന്നുപോയി. ഓണത്തിന്റെ അന്ന് രാവിലെ ഞാൻ അവിടെ രാവിലെ കടന്നു പോകുവാനിടയിൽ, രാവിലെ എന്നെ വിളിച്ചു പറയുന്നത്, രാവിലെ തന്നെ കടന്നുപോയി, ഒരു ഓട്ടോയും വിളിച്ച് കടന്നുപോയി. ഈ 3 കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവളെയോടും പറഞ്ഞു, മതി ഇവിടുത്തെ പൊറുതി, ഒരുങ്ങിക്കോ പോയേക്കാം എന്ന് പറയാനിടയായി തീർന്നു. അവര് ഒരുങ്ങാൻ അലമാരി തുറന്നപ്പോൾ ഇവനും എൻ്റെ അനന്തരവൻ, അതായത് പെങ്ങളുടെ മകന് എഴുന്നേറ്റു. എന്നെ കണ്ടോണ്ട്, മാമ ഇവര് പറയാം, ഞാനൊന്നും ചെയ്തില്ല മാമ, ഇവരെല്ലാം ചെയ്തത് എന്നൊക്കെ എന്നോട് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാ പോരെ, മതി, ഒരുങ്ങിക്കോ, വാ പോയേക്കാവെന്ന് പറഞ്ഞു. അവന് ഒരുങ്ങി ഞങ്ങളുടെ കൂടെ പോരുവാനിടയായി. 3 ആഴ്ച ഞങ്ങളുടെ കൂടെ താമസിച്ചു. എൻ്റെ ഇളയ മകൻ സോളമൻ വരെ വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് അവൻ്റെ മേൽ നിന്ന ദുരാത്മാവിനെയൊക്കെ ശാസിച്ച് അവനെ സ്നാനപ്പെടുത്തി ഇന്ന് ഞങ്ങളുടെ മാതൃ ചർച്ചിലെ സെക്രട്ടറി ആയിട്ട് സ്വർഗത്തിലെ ദൈവം അവനെയും കുടുംബത്തെയും മാനിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ജ്യേഷ്ഠൻ്റെ അടക്ക ശുശ്രൂഷയിൽ ഞാൻ കടന്നു പോയപ്പോൾ ഒത്തിരി സഹോദരന്മാരും വന്ന് എന്നോട് പറഞ്ഞു, ബിനുവിനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയതുപോലെ എൻ്റെ മോനെ കൂടെ കൊണ്ടുപോകണേ, എൻ്റെ മോനെ കൂടെ കൊണ്ടുപോകണേ, എൻ്റെ മോനെ കൂടെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് അനേകര് ഫോൺ നമ്പർ വാങ്ങിക്കാൻ ഇടയായി തീർന്നു. നമുക്കാരെയും രക്ഷപ്പെടുത്താനും മദ്യപാനത്തിന് വിടിവിപ്പാനും കഴിവില്ലെങ്കിലും സൗഖ്യദായകനായ യേശുപ്പച്ചൻ്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ഏത് വിഷയമായിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും, ഏത് പ്രതികൂലമായിരുന്നാലും അതിൻ്റെ നടുവിൽ വിടിവിക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ ചെറിയ ഒരു പ്രാർത്ഥന വിഷയത്തിന് പോലും ദൈവം മറുപടി നൽകി മാനിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് രാത്രികാലം ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ വൈഫ് 2ാമത്തെ കുഞ്ഞിനെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയം, ഞാൻ ഈ സെയിലിന് പോയിക്കൊണ്ടിരിക്കുന്നതായ സമയം, ഞങ്ങൾക്ക് ഒരു കുറ്റിയേ ഉള്ളൂ ഗ്യാസ്. 1 സിലിണ്ടറെ ഞങ്ങൾ എടുത്തിട്ടുള്ളായിരുന്നു. ആ സിലിണ്ടർ തീർന്നു പോകാനിടയായി തീർന്നു. ഞങ്ങൾ പുതിയതായിട്ട് അവിടെ ചെന്ന് താമസിക്കുകയാണ്. ആരും ഞങ്ങൾക്ക് പരിചയക്കാരൊന്നുമില്ല. ആരോടും വായ്പ വാങ്ങാനായിട്ട് മടിയുമാണ്. നമ്മുടെ അവസ്ഥകളൊന്നും ആരോടും പറയാറില്ല. വൈഫ് അയൽവക്കത്തെ കൊച്ച് ആടിനെ പ്ലാവില കുത്തുന്ന ഒരു കമ്പി നിറച്ച് കരിയില കുത്തി വെച്ചിരുന്നു. ഞാൻ കൊണ്ടുവന്ന കവർപാല് പൊട്ടിച്ച് ആ കരിയില കൊണ്ട് തീ പിടിപ്പിച്ച് ചായ ഇട്ട് കുടിച്ചു. എന്നോട് പറഞ്ഞ, നാളത്തേക്ക് കാപ്പി തിളപ്പിക്കാൻ പോലും ഗ്യാസ് ഇല്ല, പൂർണ്ണ ഗർഭിണിയാണ്. എൻ്റെ കയ്യിൽ അന്ന് സാമ്പത്തികവും ഇല്ല. പക്ഷെ 260 രൂപയാണ് അന്ന് ഗ്യാസ് കുറ്റി നിറയ്ക്കാൻ. എൻ്റെ പോക്കറ്റിൽ 100 രൂപയേ ഉള്ളൂ. 160 രൂപ വേണം. ആരോടും വായ്പ ചോദിക്കാൻ ഞാൻ പോകത്തില്ല. കാരണം എൻ്റെ അപ്പൻ്റെ പക്കൽ പുരാതന സമ്പത്തും തന്തോലത്തും അധികമുണ്ട്. ദൈവം, ഞാൻ പറഞ്ഞു, നീ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, നാളെ 10 മണിയാകുമ്പോൾ കുറ്റി വരും, എനിക്ക് കുറ്റി എടുക്കണം, സാമ്പത്തികമില്ല, ദൈവം ഇവിടെ വഴി തുറക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം എന്ന് പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് കഴിയുന്നതിന് മുമ്പ് കതകിൽ ആ സഹോദരി വന്ന് മുട്ടുവാനിടയായി. ആ സഹോദരി കടന്നു വന്നു, കതവ് തുറന്നു.
മക്കളെ, ഞാൻ മുമ്പേ വന്നപ്പോൾ ഇവിടെ ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അങ്ങ് തിരിച്ചു പോകാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. മോനെ, എനിക്ക് ചിട്ടിയടിച്ചു, എൻ്റെ കമ്മൽ പണയനിരിക്കുകയാണ്, ആ കമ്മൽ എടുക്കണം. ഈ പൈസ അവിടെ വെച്ച ചേട്ടൻ തപ്പിയെടുത്തുകൊണ്ട് പോയി കള്ളു കുടിക്കും, അതുകൊണ്ട് ഈ പൈസ ഇവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞ്, ഞാൻ ചോദിക്കുമ്പോൾ തന്നാ മതി എന്ന് പറഞ്ഞ് അത് സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിക്കാൻ ഇടയായി. 3000 രൂപ, 160 രൂപ ഞാൻ അതിൽ നിന്നെടുത്ത് ഗ്യാസ് നിറച്ചു. ഞാനും എൻ്റെ ദൈവവും എൻ്റെ വൈഫും അല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം വന്ന് കുറ്റി നിറയ്ക്കാനായിട്ട് ദൈവം ഇടയാക്കി. കുറ്റി നിറയ്ക്കാൻ ദൈവം സാമ്പത്തികത്തിന്റെ വഴിയൊരുക്കി. എൻ്റെ ചെറിയ വിഷയത്തിന്റെ മേൽ പോലും ഇന്ന് വരെയും എന്നെ നടത്തിയതായ ദൈവം, അത്ഭുതകരമായി നടത്തുന്ന ഒരു ദൈവം. ഇന്നും എൻ്റെ മാതാവ് പൂർണ്ണ സൗഖ്യത്തോടും ആരോഗ്യത്തോടും ഇരിക്കുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ആണ് എന്നെ എതിരായിട്ട് ഭവനത്തിൽ നിന്ന് മാറിപ്പാർക്കേണ്ട അവസ്ഥയൊക്കെ വരുവാനിടയായി തീർന്നു. എന്നാൽ ഡയബറ്റീസ് നിമിത്തം പിതാവിൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായി. ആ പിതാവിന് വൈകിട്ടത്തെ ആഹാരമായി കടന്നു ചെല്ലുമ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മോനെ, ഡോക്ടർ പറഞ്ഞു അസ്ഥിക്ക് പഴുപ്പ് കയറി, കാല് മുറിക്കണം, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഭാരമായിട്ടും ബാധ്യതയായിട്ടും ഒരു മൂലയിൽ കട്ടിലിൽ ഒതുങ്ങാൻ എന്നെ കിട്ടത്തില്ല, അതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞ് എൻ്റെ ജീവനെ അങ്ങ് ഒടുക്കാൻ പറയണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പാസ്റ്ററെ ഫോണിൽ വിളിക്കാനിടയായി. പാസ്റ്ററെ, പിതാവിൻ്റെ അവസ്ഥ ഇതാണ്. പിറ്റേ ദിവസം ഏതാണ്ട് 10 മണി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ അമ്മാമയും വേറെ ഒരു സഹോദരനും കൂടെ കടന്നു വരുവാനിടയായി. നമ്മുടെ IPC ജനറൽ പ്രസിഡന്റ്, നേരത്തെ ജനറൽ പ്രസിഡന്റ് ജേക്കബ് ജോണിന്റെ മൂത്ത സഹോദരൻ ബാബു പൂവക്കാല, അദ്ദേഹമാണ് എന്നെ സ്നാനപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിനാണ് ഞാൻ വളരുവാനും. എൻ്റെ ആത്മീയ പിതാവ് യേശു ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന എന്നെ യേശു ക്രിസ്തു ലോകരക്ഷകനാണ് എന്ന് എന്നെ പഠിപ്പിച്ച് കാര്യാദികൾക്ക് എന്നെ നിർത്തിയത് എൻ്റെ ആത്മീയ പിതാവ്. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എങ്കിലും അദ്ദേഹം കടന്നു വന്ന എൻ്റെ പിതാവിൻ്റെ കാലിലേക്ക് കെട്ടുള്ള കാലിൽ കൈവച്ചിട്ട്, കർത്താവെ, ഞങ്ങളെ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെങ്കിൽ ഈ പിതാവിൻ്റെ കാലിൽ കത്തിവെക്കുവാൻ ദൈവം അനുവദിക്കരുത്. സൗഖ്യദായകന്റെ കരയോടെ നീട്ടുമാറാകണം. 2 കാലുള്ളവനായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തോട് ഇടയാക്കുമാറാകണം. ഞങ്ങൾ ഈ പിതാവിനെ അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. കേൾക്കണോ പ്രിയപ്പെട്ടവരെ? പെട്ടെന്ന് കുറിച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പിതാവിനെ ഡിസ്ചാർജ് ചെയ്തു. അവിടോട്ട് മാറ്റി. അവിടെ ചെന്നപ്പോൾ 22-ാം തീയതി കാല് മുറിച്ചു മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 22-ാം തീയതി ആയപ്പോൾ സ്ഥിതി നിർണയം നടത്തേണ്ടതിനുള്ള സ്കാൻ ചെയ്തപ്പോൾ കാലിലൊട്ടും പഴുപ്പില്ല. കൊടുത്ത മരുന്നുകളൊക്കെ എഫക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാല് മുറിക്കാതെ നമുക്ക് നോക്കാം, നമുക്ക് ഈ മരുന്നുകളൊക്കെ കഴിക്കാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 10-20 ദിവസം കഴിഞ്ഞപ്പോൾ 2 കാലുള്ളവനായിട്ട് എൻ്റെ ദൈവം എൻ്റെ പിതാവിനെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തേക്ക് വരുവാനിടയായി തീർന്നു. പിതാവ് അവസാന സമയങ്ങളായപ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു, രക്ഷിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി എന്നെ ദഹിപ്പിക്കണമെന്ന്. അങ്ങനെ സ്നാനപ്പെട്ടില്ല. പിതാവിൻ്റെ അവസാന സമയങ്ങളിലൊക്കെ ശുശ്രൂഷിക്കാൻ ദൈവം ഭാഗ്യമൊരുക്കി. എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ പാർക്കുന്ന ഭവനത്തിൽ തന്നെ പിതാവ് മരിക്കുവാനിടയായി. സഭയും കുടുംബങ്ങളും കടന്നു വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് 8:30 മണിയോടുകൂടെ ബോഡി എൻ്റെ സഹോദരനും അളിയന്മാരും കടന്നു വന്ന് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ പോയി അവരുടെ രീതികളിലൊക്കെ അടക്കി. അതിന് 10 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിനെയും കൊണ്ട് ഞങ്ങൾ ഇഞ്ഞു പോകുന്നു. പെട്ടെന്ന് മാതാവിനെ സ്നാനപ്പെടുത്തി. ഇന്ന് മാതാവ് പൂർണ്ണ സൗഖ്യത്തോടും ആരോഗ്യത്തോടും ഇരിക്കുന്നു. എൻ്റെ മൂത്ത സഹോദരി കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വരുവാനിടയായി. ഞങ്ങൾ ആദ്യം വാങ്ങിച്ച് തിരുത്തി താമസിച്ച കൊച്ചു വീടിന്റെ ഇടത്തും വലത്തുമുള്ള 2 കുടുംബം രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുവാനിടയായി തീർന്നു. അവർ വന്നപ്പോൾ അവിടെയുള്ള വിശുദ്ധ പരിഷത്തും ശിവസേനയും രംഗത്ത് വന്നു. പുതിയ താമസക്കാരന് ഒതുക്കിയില്ല എങ്കിൽ അവനിവിടെ കിടക്കുന്ന ഹിന്ദുക്കൾക്കെല്ലാം പള്ളി പണിയും എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷേപണങ്ങളൊക്കെ നടത്തുവാനും എന്നെ കാണുമ്പോൾ കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ തുടങ്ങി. ഞാൻ ഇവരെ കാണുമ്പോൾ മറവിടമായി എനിക്ക് യേശു കൊണ്ടെന്ന് പാട്ടും പാടി ഞാൻ അങ്ങ് കടന്നുപോയി. എന്നെ കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വരുന്നെന്ന് പറഞ്ഞു കൈ പൊക്കും. ഞാൻ 2 കൈ ഉറക്കെ ഉച്ചത്തിലങ്ങ് പൊക്കി സ്തോത്രം പറയാൻ ഇടയായി തീരും. അങ്ങനെ 5.5 വർഷം അവിടെ താമസിച്ചു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവേ, ഞങ്ങൾ ദൈവസഭയോടും ദൈവമക്കളോടും ചേർന്ന് പാർക്കുവാൻ ദൈവം അവിടുന്ന് വഴി ഒരുക്കുമാറാകണമേ എന്ന് അങ്ങനെ ചർച്ചിനടുത്തൊരു വീട് ലഭിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെ 5.5 വർഷം കടന്നു വന്ന് പാർത്തു. ഞാൻ വാടകയ്ക്കാണ് അവിടെ വന്നത്. 3 മാസത്തെ വാടകയെ ഞാൻ കൊടുത്തുള്ളൂ. 3 മാസത്തിന് ശേഷമുള്ള വാടക മുഴുവനും
അമേരിക്ക ഹൊക്ലോമ IPCയിലെ പാസ്റ്റർ ഡോക്ടർ ജോൺ വർഗീസ് എന്ന അഭിഷക്തന്റെ കുടുംബ ഭവനമായിരുന്നു. അദ്ദേഹമാണ് റെന്റ് മുഴുവനും കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. 5.5 വർഷം ഞങ്ങൾ അവിടെ പാർത്തു. അതിനുശേഷം ഞങ്ങൾ അല്പം വസ്തു വാങ്ങിച്ചൊരു വീട് പണിത് അവിടേക്ക് മാറുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി ഇന്നുവരെയും നടത്തി, ഇന്നുവരെയും നിർത്തി. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ എല്ലാം. എൻ്റെ മാതാവിൻ്റെ പേര് കൗസല്യ, അപ്പൻ്റെ പേര് പാപ്പൻ എന്നാണ്. സഹോദരങ്ങൾ, എൻ്റെ ജോലി ബിസിനസ് ആയിരുന്നു. വിവാഹം ഞാൻ ഹിന്ദുവായിട്ടിരിക്കുമ്പോഴാണ് നടക്കുന്നത്. എൻ്റെ മൂത്ത മകന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. 2000 തൊട്ട് 2007 വരെ ഞാൻ വിശ്വാസിയായിട്ടിരുന്നു. 2007 മുതൽ 15 വരെ പൊതു ശുശ്രൂഷകനായിട്ടിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2016 ഫെബ്രുവരി 22 തൊട്ട് ഇന്നുവരെയും ഒരു സഭാ ശുശ്രൂഷകനായിട്ടും പൊതു ശുശ്രൂഷകനായിട്ടും സേവനം അനുഷ്ഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി. വള്ളംകോളം ഗിൽഗാൽ വർഷിപ്പ് സെന്റർ എന്നാണ് ഞങ്ങൾ എളിയ സഭയുടെ പേര്. IPCയോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ദൈവം ഇതുവരെ ഞങ്ങളെ നടത്തിയതായ ആ ദൈവം എനിക്ക് ഹിന്ദുക്കളോട്, അതായത് ദൈവത്തെ അറിയാത്തവരോട്, ദൈവം ആരെന്ന് അറിയാത്തവരോട്, മുസ്ലിങ്ങളോട് ഒക്കെ സാക്ഷി സുവിശേഷം അറിയിക്കാനാണ് എനിക്ക് താല്പര്യം. നമ്മുടെ വ്യാഴാഴ്ചത്തെ പകൽക്കാലം റഷീദ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരി കടന്നു വരുവാനിടയായി തീർന്നു. ആ സഹോദരിയെ സ്നാനപ്പെടുത്തുവാൻ ഞങ്ങളുടെ മാതൃചർച്ചിലെ പാസ്റ്റർക്ക് ഭയമായിരുന്നു. എങ്കിലും ഒരു വെള്ളിയാഴ്ച പകൽക്കാലം സ്നാന ശുശ്രൂഷ നടക്കുവാൻ ഇടയായി. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വലിയ കോൺട്രാക്ടറാണ്. എന്നാൽ എന്നോട് ചോദിച്ചപ്പോഴാണ് സ്നാന ശുശ്രൂഷ നടക്കുന്നത്. ഞാൻ പറഞ്ഞു 9:30 സ്നാന ശുശ്രൂഷ നടക്കുമെന്ന് പറയാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പുള്ളിക്കാരിയെ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്ന സമയമായപ്പോൾ 4 വണ്ടി നിറയെ അവരുടെ പണിക്കാരെല്ലാവരും കൂടെ കടന്നു വരുവാനിടയായി. ഒരു ഡബ്ബിൽ മധുരമില്ലാത്ത ചായ, ഒരു ഡബ്ബയ്ക്കകത്ത് മധുരം ഉള്ള ചായ, കേക്ക്, പപ്സ്, സീഗ്ന എന്ന് വേണ്ട അതെല്ലാം എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഈരണ്ടായിട്ട് വലിയൊരു കൂട്ടം. ഈ റഷീദയുടെ മാതാവ് കടന്നു വരുവാനിടയായി. പുതിയ വെള്ളസാരിയും ബ്ലൗസും ഷാളും ഒക്കെ ആയിട്ട് കടന്നു വരുവാനിടയായി. ഇത്രയും ആർഭാടമായ ഒരു സ്നാന ശുശ്രൂഷ പാർശ്വ ഭയത്തോടെ ആയിരുന്നുവെങ്കിലും ഇത്രയും ആർഭാടമായ ഒരു സ്നാന ശുശ്രൂഷ ഈ റഷീദ സഹോദരിയുടെ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സഹോദരി ആയിട്ട് മാതൃചർച്ച ഞങ്ങൾ ആരാധിക്കുന്ന സമയത്താണ് ഞാൻ ഔട്ടേഷനിട്ട് മാറുമ്പോൾ അമ്മാമ്മ നിറകണ്ണുകളോടെ എന്നോട് ചോദിച്ചു, ഇവിടെ നിന്ന് സഹോദരന്റെ ആൾക്കാരെ ഒക്കെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കാനിടയായി. അമ്മാമ്മേ, മാതൃചർച്ചയിലെ ഒരൊറ്റ കുഞ്ഞുങ്ങളെയും എനിക്ക് വേണ്ട. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ മാത്രം, സ്നാനപ്പെട്ടവരാരും വേണ്ട, സ്നാനപ്പെടാത്തവരെ മാത്രം എടുത്ത് ശുശ്രൂഷ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാനിടയായി. ആ സഹോദരിയെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് എന്നോട് ആ സഹോദരി അങ്ങ് പിണങ്ങാനിടയായി. ഞാൻ ഫോൺ വിളിച്ചെടുക്കത്തില്ല. എനിക്ക് കനിയാമ്പാറ ചർച്ചോ അവിടുത്തെ പാസ്റ്ററോ അവിടുത്തെ അമ്മാമിയോ വിശ്വാസികളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ശിവകുമാർ ഭാഷമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ വന്നത്. നിങ്ങളാണ് എനിക്ക് വേണ്ടി ഇടിവി നിന്നത്. നിങ്ങളാണ് എൻ്റെ എല്ലാം. എൻ്റെ കഷ്ടതയിൽ നിങ്ങളായിരുന്നു. അത് നിങ്ങൾ എന്നെ കൊണ്ടുപോകാഞ്ഞത് എനിക്ക് ഒത്തിരി വിഷമമുണ്ടെന്ന് പറയാനിടയായി തീർന്നു. അപ്പം അമ്മാമ്മ പാർഷ എന്നോട് ഇങ്ങനെ പറഞ്ഞത് നിമിത്തം, സഹോദരി അവിടെ നിൽക്കേ, നമുക്ക് അല്പം കഴിയുമ്പം ഞാനങ്ങ് വന്ന് കൂട്ടിക്കോളാം എന്ന് പറയാനിടയായി തീർന്നു. എങ്കിലും അദ്ദേഹം അവിടെ ഇന്നും ശക്തമായിട്ട് ആരാധിക്കുന്നു. അതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം അയക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ കടന്നു പോകുവാൻ ദൈവം അവിടുന്ന് ഭാഗ്യമൊരുക്കുന്നു. 2026 സഭാ ശുശ്രൂഷ ആരംഭിച്ചത്. 25 ഈ ഡിസംബർ മാസം 24-ാം തീയതി വരെയും ദൈവം അതേ നിലയിൽ കൊണ്ടുപോകുന്നു. ഈ മാസം തന്നെ ഈ മാസം ആരംഭത്തിൽ ബാംഗ്ലൂരിനെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പോകാൻ ദൈവം ഭാഗ്യമൊരുക്കി. അതിനുശേഷം കടന്നു വന്നത് നിലമ്പൂര് മലബാറിനെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നു പോകാനായിട്ട് ഭാഗ്യമൊരുക്കി. അതേസമയം BTHന്റെ എക്സാമും ഈ മാസം സെക്കൻഡ് ഇയറിന്റെ എക്സാം എഴുതാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഞാൻ എൻ്റെ SSLC കൊണ്ട് വിദ്യാഭ്യാസം സ്റ്റോപ്പ് ആയതായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം ഞാൻ +1 +2 ഞാനും എൻ്റെ വൈഫും കടന്നുപോയി എഴുതുവാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം ഒരുക്കി.
ദൈവം നടത്തുന്ന എല്ലാ വഴികളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. തിരിഞ്ഞു നോക്കിയാൽ ഇതിനൊന്നിനും ഞങ്ങൾ യോഗ്യരായിരുന്നില്ല. രണ്ടുപേര് കൂടി നിൽക്കുന്നിടത്ത്, അടിയെന്ന് എഴുതി വെക്കുന്നിടത്ത് ആ റൂട്ടിൽ കൂടെ പോകത്തില്ലായിരുന്നു. ഇന്ന് ഏത് വിഷയം വന്നാലും അവിടെ ചെന്ന് അത് കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം ഒരു നാളും കൈവിടുകയില്ലെന്ന്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത അരുമനാഥൻ. ലോകവും ലോകക്കാരും നമ്മളെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പൻ ഇറക്കി വിട്ടപ്പോഴും, വീട് നഷ്ടമായപ്പോഴും, ജോലി നഷ്ടപ്പെട്ടു പോയപ്പോഴും എൻ്റെ വലതുകരം പിടിച്ച് എന്നെ വഴി നടത്തി. എനിക്ക് ആലോചന പറഞ്ഞു തന്ന്, മകനെ മകളെ, ഇതാ നിന്റെ വഴി, ഇതിലെ പൊയ്ക്കൊള്ളുക എന്ന മാറ്റൊലിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ട് ജയത്തോടെ കരം പിടിച്ച് വഴി നടത്തിയ ഒരു അപ്പൻ എനിക്കുണ്ട്. ആ അപ്പനാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നത്. ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരെ, ഏത് ഭാരമേറിയ വിഷയത്തിന്റെ നടുവിലായിരുന്നാലും, ഏത് കടബാധ്യതയായിരുന്നാലും, ഏത് രോഗമായിരുന്നാലും, ഏത് ശൂന്യതയുടെ നടുവിലാണ്, അസംഭവം എന്ന് കരുതുന്ന വിഷയത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്, ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം വിളിച്ചു പറയാം. അപ്പാ, പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഉത്തരമരുളുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ലോകക്കാരൊക്കെ കൈവിടും, എന്നാലും നമ്മളെ ഒരു നാളും കൈവിടുകയില്ലെന്ന് അരുളി ചെയ്ത അരുമനാഥൻ. ദൈവവചനം പറയുന്നു, പെറ്റതള്ള നിന്നെ ഉപേക്ഷിച്ചാലും, പെറ്റതള്ള തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് അരുളി ചെയ്ത അരുമനാഥൻ ഇന്ന് പകൽക്കാലവും നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യുകയാ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടണം, ദൈവശക്തി വ്യാപരിക്കണം. മാതാവിന്റെ ക്യാൻസറിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി, പിതാവിന്റെ ഡയബറ്റീസിൽ നിന്ന് കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇത്രത്തോളം വിടുവിച്ച ദൈവത്തെ എങ്ങനെ നാം മഹത്വപ്പെടുത്താതെ ഇരിക്കും? എങ്ങനെ നാം അടങ്ങിയിരിക്കുവാൻ ഇടയായി തീരും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുതും വലുതുമായ വിഷയങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ. സ്വന്തം ഭവനം ഇന്നും അവിടെ കാലിയായി കിടക്കുമ്പോൾ, ഞാൻ വാടക ഭവനത്തിലല്ല പാർക്കുന്നത്, സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഒരു ഭവനത്തിലാണ് പാർക്കുന്നത്. ഇവിടെ ഒരു പെന്തക്കോസുകാരനായിട്ട് കടന്നു വന്നു. പകല് നമുക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ദിവസവും ശബ്ദവും ഒച്ചയും പാട്ടും പ്രാർത്ഥനയും കേട്ടില്ലേ ചോദിക്കും, പാർശ്വ ഇവിടെ ഇല്ലേ എന്ന്. ഞാൻ ഇതേ ചോദിച്ചുള്ളൂ, ദൈവമേ, ആരാധന സ്വാതന്ത്ര്യമുള്ള ഒരു ഭവനം എനിക്ക് നൽകി തരുമാറാകണം. അനേകർ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അനേകർക്ക് കടന്നു വന്ന് ഇടിവിൽ നിൽക്കുവാൻ ദൈവം അവിടെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം, നാം അല്ലേലും ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ എല്ലാ ബന്ധങ്ങളും അറ്റുപോകുമ്പോൾ അറ്റുപോകാത്ത ഒരു ബന്ധം യേശു ക്രിസ്തുവായിട്ടുണ്ടോ, ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകുകയില്ല. ഞാൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞു പോകുമ്പോൾ കനാനക്കാരൻ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ബന്ധക്കോസിൽ പോയത്? നീ ഞങ്ങളുടെ കൂടെ പോരാൻ മേലായിരുന്നോ? ഞാൻ പറഞ്ഞ ചായ, ഞാൻ അവിടെ വന്നിട്ടും സത്യം അറിയുമ്പോൾ ഞാൻ അവിടേക്ക് പോകുവാൻ ഇടയായി തീരും. നിങ്ങൾ പറയലേ ഞാനൊരു കരചാടിയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിശ്വാസ ജീവിതത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു എന്ന് പറയപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിന്റെ നടുവിലാണ് ഭാരപ്പെടുന്നത്? എനിക്കറിയാം, എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ചില പ്രിയപ്പെട്ടവർ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽക്കാലം ഈ രോഗം മരണഹാനിയല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനായി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ വിടിവിക്കുന്ന ഒരു ദൈവം, തലമുറയെ ചൊല്ലി വ്യാകുല ചിന്തയോടും ഭാരത്തോടും വേദനയോടും നിലവിളിയോടും എത്തും പിടിയുമില്ലാത്ത ചില വിഷയത്തിന്റെ നടുവിൽ നട്ടം തിരിയുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉദരത്തിൽ തലമുറയ്ക്ക് ഇടം നൽകിയ ദൈവമുണ്ടല്ലോ. ആ തലമുറയെ നീ ഏത് തലമുറയെ ചൊല്ലി വ്യാകുലതയോടും കണ്ണുനീരോടെ നീ നിലവിളിക്കുന്നു, ആ തലമുറ നിന്റെ അഡ്രസ്സിനെ മാറ്റി, ആ തലമുറ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി, ആ തലമുറ നിന്റെ ആഗ്രഹങ്ങളെ സബലീകരിച്ച് ദേശത്ത് മാനിച്ചുയർത്തുക ശക്തനായ ദൈവമാ. കഴിഞ്ഞ ഹല്ലേലൂയ 12 വർഷക്കാലത്തിന് ഉള്ളില് എനിക്ക് അനേക വിഷയങ്ങൾ കാണുവാനും കേൾക്കുവാനും അനുഭവിപ്പാനും ഇടയായിട്ടുണ്ട്. അനേക മാതാപിതാക്കൾ തലമുറയുടെ വ്യാകുലതയോടെ കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മാനിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ഏത് വിഷയത്തിന്റെ നടുവിൽ പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ വ്യാകുലപ്പെടുന്നു, നീ ഭാരപ്പെടുന്നു, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഒരു മാനുഷികമായ കരവുമില്ല എങ്കിൽ ഇന്ന് സന്ധ്യാസമയം
സമയം ദൈവം പറയുകയാണ്, എന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമാ. അതിന് ഏലി നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. 2025 വരെ യാത്ര ചെയ്ത വേദികളിലൂടെ അല്ല ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. 2026 നിന്നെ സമാധാനത്തോടെ നടത്തുവാൻ. അതിന് ഏലി നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ആ അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. രക്തബന്ധങ്ങളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ തലമുറയിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ അല്ല നിനക്ക് നന്മ കടന്നു വരുന്നത്. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. എന്ന് പറഞ്ഞ സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഇന്ന് രാത്രികാലം ഒരു പ്രവചന ശബ്ദത്തിൽ ഞാൻ വിളിച്ചു പറയാം, 2025 വരെ വാടിയും ക്ഷീണിച്ചും തളർന്നും ഞെരുങ്ങിയും ഒതുങ്ങിയും ദിനരാത്രങ്ങൾ തള്ളി നീക്കി ശുശ്രൂഷയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 2026 വാഗ്ദത്തം അതിന്റെ നിറപടിയായി വെളിപ്പെടുത്തി നീ ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകാതെ നിന്റെ ഹൃദയത്തിലെ ആശകൾക്കും ആഗ്രഹങ്ങൾക്കും ഒത്തവണ്ണ സ്വർഗത്തിലെ ദൈവം നിന്റെ നിലവിളിക്ക് മറുപടി നൽകി മാനിച്ചെടുക്കുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട സർവശക്തനായ ദൈവത്തിന്റെ ചിറകിൻ കീഴെ ആശ്രയിച്ച് കടന്നു വന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകി മാനിക്കുമാറാകട്ടെ. നമ്മുടെ സഹായം മാനുഷികമായ മുഖത്തു നിന്നല്ല, ഒരു മനുഷ്യരുടെ കയ്യിൽ നിന്നുമല്ല. ഉയരങ്ങളിലേക്ക് നോക്കി ദൈവമുഖത്തേക്ക് നോക്കിയവർ, ദൈവസന്നിധി കരയുന്നവർ മനുഷ്യരുടെ മുമ്പിൽ കരയേണ്ടി വരികയില്ല, മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയില്ല. ഇന്ന് രാത്രിക്കാല ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന് കീഴിലാണോ നീ ആശ്രയിക്കുന്നത്? അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം, പേരിനല്ല, ചോദിച്ചത് കൊണ്ട്, ചടങ്ങിനല്ല. മനുഷ്യര് പേരിനും ചടങ്ങിനും കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകി മാനിക്കുമാറാകട്ടെ. ബോബസിന്റെ വായിൽ എത്തപ്പെട്ട രൂത്തിനോട് ബോബസ് അവൻ പറഞ്ഞതാ, സർവശക്തനായ ദൈവത്തിന്റെ ചിറകിനെ ആശ്രയിച്ച് കടന്നു വന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകി മാനിക്കട്ടെ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. ഹല്ലേലൂയ. ആ ബോബസിന്റെ വയലിൽ രൂത്ത് കാലവെറുക്കാനാ കടന്നു ചെന്നത്. എന്നാൽ സകലത്തിന്റെ അധിപതിയാക്കി മാനിച്ച ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെ അമ്മായിയമ്മയുടെ നാവിൽ നിന്ന് കേട്ട പാരമ്പര്യം മാത്രമേ അവക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 10 സംവത്സരം ദൈവസന്നിധി കടന്നു വരരുതെന്ന് വിലക്ക് കൽപ്പിച്ച കുലത്തിൽ നിന്ന് ഹല്ലേലൂയ ആ നവോമിയുടെ കരം പിടിച്ച് ചിലത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് വിട്ടുപോയെങ്കിലും വിടാതെ മുറുക പിടിച്ച രൂത്തിനെ സ്വർഗത്തിലെ ദൈവം മാനിക്കുവാനിടയായി. ഇന്ന് രാത്രി ഈ സന്ധ്യാസമയം ഈ ശബ്ദപരിധിക്കുള്ളിൽ ചില കുടുംബങ്ങൾ കടുങ്കെട്ട് വീണ് കിടക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, ഞെരുക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ അല്ല സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾ പലവട്ടം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പോകുന്നു, വരുന്നു, എങ്കിലും ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു വിടുതൽ കാണാൻ കഴിയാതെ വ്യാകുലതയോടും ഭാരത്തോടും വേദനയോടും ദിനരാത്രങ്ങൾ തള്ളി നീക്കുമ്പോൾ, നാളുകളായി നീ മുട്ടിട്ട് തുറക്കാത്തതും, നാളുകളായി നീ യാചിച്ചിട്ട് ലഭിക്കാത്തതും, നാളുകളായി അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാൻ കഴിയാത്തതുമായ വലിപ്പമേറിയതെന്നും ഭാരമേറിയതെന്നും കരുതുന്ന വിഷയത്തിന്റെ നടുവിൽ ചന്ദ്രക്കുമേത കവീന്ദ്രഗോപിന്റെ ദൈവം, അഗ്നികുണ്ഡത്തിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം, ദാനിയേലിന്റെ ദൈവം, സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി സിംഹത്തിന്റെ വായടച്ച ദൈവം, നിന്റെ നിലവിളിയുടെ നടുവിൽ മറുപടിയുമായി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവപ്രവർത്തിക്കായി സ്തോത്രം. തലമുറയെ ചൊല്ലി നിലവിളിക്കുന്ന മാതാവേ, മിസ്രൈമിയായ ദാസിയായ ഹാഗർ ഇസ്മായേലിനെ ഓർത്ത് മരുഭൂമിയിൽ നിലവിളിച്ചു. ആ നിലവിളിക്ക് മറുപടിയായി ഹല്ലേലൂയ നീരുറവയെ തുറന്ന ദൈവം, രാവും പകലും ദൈവസന്നിധി കരയുന്ന മാതാവേ, നിന്റെ നിലവിളിക്ക് മറുപടി തരാതെ ഇരിക്കുമോ? ഇന്ന് രാത്രികാലം തിരിച്ചറി, 2026 എന്റെ നിലവിളിയുടെ മറുപടിയുടെ കാലഘട്ടമാ. 2026 എന്റെ കുടുംബത്തിന്റെ മുഖച്ഛായ മാറുന്ന, എന്റെ ശുശ്രൂഷയുടെ തേജസ് വെളിപ്പെടുന്ന, എന്റെ ശുശ്രൂഷ മഹത്വത്തിൽ ഗ്ലോറിയിൽ വ്യാപരിക്കപ്പെടുന്ന ശുശ്രൂഷ വെളിപ്പെടുവാൻ സമയമായി. ഇന്ന് രാത്രികാലം ചിലതിന്റെ അഡ്രസ്സിനെ മാറ്റുവാൻ, ചിലതിന്റെ പേര് മാറ്റുവാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുവിക്കും ദൈവകൃപ വെളിപ്പെടണം, തീയിറങ്ങണം, നീതിയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടണം, ദൈവശക്തി വ്യാപരിക്കണം. ഇത്രത്തോളം സമയം
എന്നെ ശ്രദ്ധിച്ച ആരോമ TV പ്രേക്ഷകർക്ക് കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇതിന് മുഖാന്തരമാക്കി തീർത്ത അല്ലേലിയ ബിജു ജോൺ പാസ്റ്ററിനോടും പാസ്റ്റർ ഡാനിയേൽ ജോണിനോടുമുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ശ്രദ്ധയോടെ കേട്ട എല്ലാ കേൾവിക്കാരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും വരുന്ന ആളുകളില് അവരെ സമൃദ്ധിയായി ദൈവം കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും അരോമ TVയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുവാൻ, അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുവാൻ ഈ ആരോമ TVക്ക് സാധിക്കുന്നു. അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതും ദൈവത്താൽ നിർണയിക്കപ്പെട്ടതും ഉരുവാകപ്പെട്ടതും ആകയാൽ അതിനെ ആർക്കും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നിന്നുള്ളത് നിലനിൽക്കുന്നതാകയാൽ ആരോമ TVയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുവാൻ ഞാനും കുടുംബവും പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി മുഖാന്തരം എല്ലാ പ്രിയപ്പെട്ടവരും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ശിവകുമാർ അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ ശ്രേഷ്ഠകരമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഈശ്വര അന്വേഷി എന്ന നിലയിൽ ഒരു സത്യ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കപ്പെട്ട ചില അനുഭവങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. വളർന്നു വന്ന ജീവിത യാത്രയിൽ യേശുവിനെ കർത്താവായി സ്വീകരിപ്പാൻ ദൈവ അവസരങ്ങൾ ഒരുക്കി തന്നു. പിന്നത്തേതിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ ദിവസവും ദൈവഹിതപ്രകാരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അനുഭവങ്ങൾ ഉണ്ടായി. ജോലിയോടുകൂടെ തന്നെ കിട്ടിയ അവസരങ്ങളൊക്കെ ലഭിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും ദൈവപ്രവൃത്തികളും ഒക്കെ കണ്ണുകൊണ്ട് കാണുകയും അനുഭവിക്കുകയും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരാത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കുവാൻ, നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പിന്നെയും ദൈവം അതിനായി ശക്തിയോടെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഈ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിന് കർത്തൃദാസനോടും പ്രിയപ്പെട്ടവരുടേതായ നന്ദി, സ്നേഹവും കടപ്പാട് ഉത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കിടുവാൻ അവസരമുണ്ട്. താല്പര്യമുള്ളവരെ അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com